Hi students, welcome to the fourth part of suspension. In this fourth part, we are going to deal with a classification based on dispersion systems. So classification based on dispersion the ആറ് സബ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തേത് സസ്പെൻഷൻ കണ്ടെയ്നിങ് ഡിഫ്യൂസിബിൾ സോളിഡ്സ്, രണ്ടാമത്തേത് സസ്പെൻഷൻ കണ്ടെയ്നിങ് ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സ്, മൂന്നാമത്തേത് സസ്പെൻഷൻ കണ്ടെയ്നിങ് പുവർലി വെറ്റബിൾ സോളിഡ്സ്, നാലാമത്തേത് സസ്പെൻഷൻ കണ്ടെയ്നിങ് പ്രസിപ്പിറ്റേറ്റ് ഫോമിംഗ് ലിക്വിഡ്സ്, അഞ്ചാമത്തേത് ഡിസ്പെർഷൻ ഓഫ് ഓയിൽസ് ഇൻ ഇൻഹലേഷൻസ്, ആറാമത്തേത് സസ്പെൻഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ കെമിക്കൽ റിയാക്ഷൻ. സോ ഈ ആറ് സബ് ക്ലാസിഫിക്കേഷൻസ് ആണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡിസ്പെർഷനകത്ത് വരുന്നത്. ഇനി വരുന്ന ഓരോ സ്ലൈഡിലും നമുക്കിതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഇൻ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് വൺ ഈസ് സസ്പെൻഷൻ കണ്ടെയ്നിങ് ഡിഫ്യൂസിബിൾ സോളിഡ്സ്. എന്താണ് ഡിഫ്യൂസിബിൾ സോളിഡ്സ് അടങ്ങിയ സസ്പെൻഷൻ എന്ന് പറയുന്നത്? സം ഇൻസോളബിൾ പൗഡേഴ്സ് ആർ ലൈറ്റ് ആൻഡ് ഈസിലി വെറ്റബിൾ. അതായത് പാർട്ടിക്കിൾസ് സോൾവെൻറ്റുമായിട്ട് നല്ലൊരു സോൾവെൻറ്റ് ഈസിലി അതിനകത്ത് ആക്ട് ചെയ്യാൻ പറ്റും പാർട്ടിക്കിൾസിൽ. ഓക്കെ, അതാണ് ഈസിലി വെറ്റബിൾ എന്ന് പറയുന്നത്. ഹെൻസ് അതുകൊണ്ട് they readily mix with water and on shaking diffuse evenly through the liquid for long enough to ensure even distribution in each dose. So ഈസിലി വെറ്റബിൾ ആയതുകൊണ്ട് അത് വാട്ടർ ഒരു നമ്മുടെ ഇവിടെ ഒരു വെഹിക്കിൾ സോൾവെൻ്റ് ഒക്കെയാണ് അല്ലേ. സോ അത് വാട്ടറിൽ റെഡ്ലി മിക്സ് ആവുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പ്രോപ്പറായിട്ട് ഡിഫ്യൂസ് ആവും അല്ലെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആവും. സോ നമുക്കറിയാം സസ്പെൻഷൻ നമ്മൾ കുറച്ച് നേരം വെക്കുമ്പം അല്ലെങ്കിൽ കുറച്ച് ടൈം പീരീഡ് വെക്കുമ്പോഴത്തേക്ക് പാർട്ടിക്കിൾസ് താഴെ വന്ന് സെഡിമെൻ്റ് ആവും അല്ലേ. പക്ഷേ നല്ല സസ്പെൻഷൻ എന്താണ്, നമ്മൾ ഷേക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് യൂണിഫോം ആയിട്ട് ഡിസ്പേഴ്സ് ആകണം. അതൊരു സസ്പെൻഷൻ്റെ ക്വാളിറ്റിയാണ്. സോ ഡിഫ്യൂസിബിൾ സോളിഡ്സ് അടങ്ങിയിരിക്കുന്ന സസ്പെൻഷൻ സെഡിമെൻ്റ് ആയാലും നമ്മൾ ഷേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പാർട്ടിക്കിൾസ് ഈവൻലി ഡിഫ്യൂസ് ആവും. അങ്ങനെ ഈവൻലി ഡിഫ്യൂസ് ആവും അല്ലെങ്കിൽ ഡിസ്പേഴ്സ് ആവും. അതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണ്, അത് ഈവൻലി ഡിഫ്യൂസ് അല്ലെങ്കിൽ ഡിസ്പേഴ്സ് ആകുന്നത് കൊണ്ട് നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യൂണിഫോം ഡോസ് കിട്ടും. ഓക്കെ, അതായത് നമുക്ക് പ്രോപ്പറായിട്ട് മരുന്നിൻ്റെ അളവ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും. സോ അങ്ങനെ ഈസിലി വെറ്റബിൾ ആയിട്ടുള്ള ഈവൻലി ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ ഈവൻലി ഡിഫ്യൂസ് ചെയ്ത് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ കഴിക്കുന്ന ഓരോ ഡോസിലും കറക്റ്റ് എമൗണ്ട് ഓഫ് ഡ്രഗ് വരുത്താൻ സാധിക്കുന്ന ടൈപ്പ് സോളിഡ്സിനെയാണ് നമ്മൾ ഡിഫ്യൂസിബിൾ അല്ലെങ്കിൽ ഡിസ്പേഴ്സിബിൾ സോളിഡ്സ് എന്ന് പറയുന്നത്. എന്താണ് ഡിഫ്യൂസിബിൾ അല്ലെങ്കിൽ ഡിസ്പേഴ്സിബിൾ സോളിഡ്സ്? ഡിഫ്യൂസിബിൾ അല്ലെങ്കിൽ ഡിസ്പേഴ്സിബിൾ സോളിഡ്സിന്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് കാൽഷ്യം കാർബണേറ്റ്, രണ്ടാമത്തേത് ലൈറ്റ് കയോലിൻ, മൂന്നാമത്തേത് ലൈറ്റ് കയോലിൻ നാച്ചുറൽ, നാലാമത്തേത് ലൈറ്റ് മഗ്നീഷ്യം കാർബണേറ്റ്, അഞ്ചാമത്തേത് മഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്, ആറാമത്തേത് റുബാർ പൗഡർ. സോ നെക്സ്റ്റ് ഈസ് സസ്പെൻഷൻ കണ്ടെയ്നിങ് ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സ്. നമ്മൾ ഇപ്പോൾ ആദ്യം കണ്ടത് ഡിഫ്യൂസിബിൾ സോളിഡ്സ് ആയിരുന്നു. ഇനി കാണാൻ പോകുന്നത് ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സ് ആണ്. സോ ഡിഫ്യൂസിബിൾ പഠിച്ചപ്പം നമുക്ക് മനസ്സിലായി അത് എന്താണ്, ഒരു വെഹിക്കിളിൽ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയി കിടക്കുകയാണ് അല്ലേ. സോ ഇൻഡിഫ്യൂസിബിൾ വരുമ്പോഴത്തേക്ക് ഇൻ ഇൻഡിഫ്യൂസിബിൾ സസ്പെൻഷൻസ് ഓർ സസ്പെൻഷൻ കണ്ടെയ്നിങ് ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സ് the particles are not evenly distributed in the vehicle. പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് വെഹിക്കിളിൽ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. സോ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് യൂണിഫോം ഡോസ് എടുക്കാനായിട്ട് പാടാണ് അല്ലേ. അതിനകത്തുള്ള ഡ്രഗ് പാർട്ടിക്കിൾസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല എങ്കിൽ നമുക്ക് യൂണിഫോം ഡോസ് കിട്ടുമോ? ഇല്ല. സോ എങ്ങനെ ഇതിനെ ഡിഫ്യൂസ് ആക്കാം എന്നതിലുപരി എങ്ങനെ ഈ ഇൻഡിഫ്യൂസിബിൾ നേച്ചർ മാറ്റി അതിനകത്തുള്ള ഡ്രഗ് പാർട്ടിക്കിൾസിനെ എങ്ങനെ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
The simplest way of correcting this problem is to increase the viscosity of the vehicle by adding a thickening agent. So diffusible പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സിനെ ഡിഫ്യൂസിബിൾ പോലെ അതായത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ we have to increase the viscosity of the vehicle. Then how to increase the viscosity? By adding a thickening agent. ഒരു thickening agent ആഡ് ചെയ്ത് നമുക്ക് viscosity കൂട്ടാം. This delays sedimentation by impeding fall of particles under gravity and by obstructing particle collisions, which leads to the formation of aggregates that settle rapidly. So ഇതാണ് thickening agent function എന്ന് പറയുന്നത്. എന്താണ് thickening agent ചെയ്യുന്നത്? Delays sedimentation by impeding means delayed or preventing fall of particles under the gravity. അതായത് പാർട്ടിക്കിൾസ് വന്ന് സെഡിമെന്റ് ചെയ്യാതെ നോക്കും. ആൻഡ് ബൈ ഒബ്സ്ട്രക്റ്റിംഗ് പാർട്ടിക്കിൾ കൊളീഷൻസ്, പാർട്ടിക്കിൾസ് തമ്മിൽ വന്ന് ഇങ്ങനെ എന്താണ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അത് തിക്കനിങ് ഏജന്റ് സഹായിക്കും. ഒട്ടിപ്പിടിച്ചാൽ എന്താണ്, അത് പിന്നെയും ഫ്ലോക്യൂൾസ് ഫോം ചെയ്ത് താഴോട്ട് സെഡിമെന്റ് ആവും. സോ ഡിലേ സെഡിമെന്റേഷൻ, ഒബ്സ്ട്രക്ട് പാർട്ടിക്കിൾ കൊളീഷൻ, ഈ രണ്ട് കാര്യങ്ങൾ തിക്കനിങ് ഏജന്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതിന് റിസൾട്ട് ആയിട്ട് എന്താ സംഭവിക്കുന്നത്? വിച്ച് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് അഗ്രിഗേറ്റ്സ് ദാറ്റ് സെറ്റിൽ റാപ്പിഡ്ലി. സോ ഡിലേസ് സെഡിമെന്റേഷനും പാർട്ടിക്കിൾ കൊളീഷൻ നടന്നാൽ പറയുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്? ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് അഗ്രിഗേറ്റ്സ് ദാറ്റ് സെറ്റിൽ റാപ്പിഡ്ലി. സോ ഈ രണ്ട് കാര്യങ്ങളും നടക്കാത്തപ്പോഴത്തേക്ക് പാർട്ടിക്കിൾസ് അഗ്രിഗേഷൻ ഫോർമേഷൻ നടക്കത്തുമില്ല, താഴെ വന്ന് സെറ്റിൽ ആകത്തുമില്ല. ഓക്കെ, അപ്പൊ എന്താണ് ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സ് എന്ന് പറയുന്നത്? ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കില്ല. ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വെഹിക്കിളിന്റെ വിസ്കോസിറ്റി കൂട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തിക്കനിങ് ഏജന്റ് ആണ് ആഡ് ചെയ്യുന്നത്. തിക്കനിങ് ഏജന്റ് ആഡ് ചെയ്യുമ്പോൾ തിക്കനിങ് ഏജന്റിന്റെ ഫംഗ്ഷൻ എന്താണ്? സെഡിമെന്റേഷൻ ഡിലേ ആക്കും, അതുപോലെ തന്നെ പാർട്ടിക്കിളിന്റെ കൊളീഷൻ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യത്തില്ല, നമുക്ക് യൂണിഫോം ആയിട്ട് ഉള്ള ഡോസ് ഡിസ്പെൻസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സിന്റെ എക്സാമ്പിൾസ് അത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇന്റേണലി യൂസ് ചെയ്യുന്നതും എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നതും. ഇന്റേണലി യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ആസ്പിരിൻ, ചോക്ക്, അരോമാറ്റിക് ചോക്ക് പൗഡർ, ഫിനോബാർബിറ്റോൺ, സക്സിനൈൽ സൾഫാതൈ അസോൾ, സൾഫാഡിമിഡിൻ. ഓക്കെ. എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നതോ? കാലാമിൻ, ഹൈഡ്രോകോർട്ടിസോൺ, സൾഫർ, ട്രയാംസിനലോൺ, അസിറ്റനൈഡ്, പിന്നെ സിങ്ക് ഓക്സൈഡ്. ഓക്കെ, സോ ഇത് ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സ് ഇന്റേണലി യൂസ് ചെയ്യുന്നതും എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നതുമാണ്. സോ എക്സാമ്പിൾസ് ഓഫ് തിക്കനിങ് ഏജന്റ്. നമുക്ക് ഓൾറെഡി അറിയാം തിക്കനിങ് ഏജന്റ് യൂസ് എന്താണ്? ടു ഇംപ്രൂവ് ദ വിസ്കോസിറ്റി ആൻഡ് thereby prevents sedimentation of the particles as well as prevent the collision of particles. Thereby we can achieve a uniform dose. സോ തിക്കനിങ് ഏജന്റ് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: പോളിസാക്കറൈഡ്സ്, ഇനോർഗാനിക്, സിന്തറ്റിക്. പോളിസാക്കറൈഡ്സിനെ പിന്നെയും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: നാച്ചുറൽ, സെമി സിന്തറ്റിക്. നാച്ചുറൽ പോളിസാക്കറൈഡ്സിന്റെ എക്സാമ്പിൾ ആണ് അക്കേഷ്യ, ട്രഗഗാത്ത്, സോഡിയം ആൽജിനേറ്റ്. സെമി സിന്തറ്റിക്കിന്റെ എക്സാമ്പിൾ ആണ് മീഥൈൽ സെല്ലുലോസ്, ഹൈഡ്രോക്സി ഈഥൈൽ സെല്ലുലോസ്, സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസ്, മൈക്രോക്രിസ്റ്റലൈൻ സെല്ലുലോസ്. ഇനോർഗാനിക് തിക്കനിങ് ഏജന്റ് എക്സാമ്പിൾ ആണ് ക്ലേസ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. പിന്നെ സബ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ക്ലേസിന് എക്സാമ്പിൾ ആണ് ബെൻഡോണൈറ്റ്, അലൂമിനിയം മഗ്നീഷ്യം സിലിക്കേറ്റ്, ഹെക്ടോറൈറ്റ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡിന്റെ എക്സാമ്പിൾ കൊളോയിഡൽ ഹൈഡ്രേറ്റഡ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, സിന്തറ്റിക്കിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് കാർബോമർ, കൊളോയിഡൽ സിലിക്കൺ ഡയോക്സൈഡ്. സോ നിങ്ങൾ ക്ലാസിഫിക്കേഷൻസ് എഴുതുമ്പം എക്സാമ്പിൾസ് കോട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. Next is suspension containing poorly wettable solids. So പേരിൽ തന്നെ ഉണ്ട് poorly wettable അല്ലേ? അത് വാട്ടർ അല്ലെങ്കിൽ സോൾവെന്റ് അല്ലെങ്കിൽ വെഹിക്കിളിൽ അത് poorly wettable ആണ്. So this particle are both insoluble and poorly wettable in water. സോ poorly wettable എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? വാട്ടർ അതിലേക്ക് വന്ന് വെറ്റ് ചെയ്യാൻ, പാർട്ടിക്കിൾസിനെ വെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു ഇടയ്ക്ക് എന്തോ ഒരു പ്രഷറോ ഒരു ടെൻഷനോ അല്ലെ എന്തോ ഉണ്ട്, ഒരു തടസ്സമുണ്ട്. So interfacial tension between the particles and water is high, that is not diffusible in water. So വാട്ടറും പാർട്ടിക്കിൾസും തമ്മിൽ ഒരു interfacial tension ഉണ്ട്. ആ interfacial tension ഉള്ളത് കൊണ്ട് വാട്ടർ പാർട്ടിക്കിൾസിനെ വെറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ നമുക്കൊരു ഡിഫ്യൂസിബിൾ നേച്ചർ അവിടെ കിട്ടത്തില്ല പാർട്ടിക്കിൾസിന്.
അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് എന്താണ്? പാർട്ടിക്കിൾസിനെ വെറ്റ് ചെയ്യണം അല്ലേ? സോ ടു എൻഷുർ സാറ്റിസ്ഫാക്ടറി വെറ്റിംഗ് the interfacial energy between the solid and liquid must be reduced. So ആ interfacial tension കുറയ്ക്കണം. എങ്ങനെ അത് കുറയ്ക്കാൻ പറ്റും? This may be achieved by adding a suitable wetting agent which is adsorbed at the solid liquid interface in such a way that the affinity of the particle for the surrounding medium is increased while the interparticular forces are decreased. So നമ്മളൊരു വെറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സോളിഡും ലിക്വിഡും, അതായത് നമ്മുടെ സോളിഡ് പാർട്ടിക്കിൾസും വാട്ടറും തമ്മിലുള്ള, വാട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡ്, ഓക്കെ, അതായത് സോളിഡിന്റെയും ലിക്വിഡിന്റെയും ഇടയ്ക്കോട്ട് നമ്മുടെ ഈ വെറ്റിംഗ് ഏജന്റ് ചെന്ന് ആക്ട് ചെയ്യും. വെറ്റിംഗ് ഏജന്റ് ചെന്ന് ആക്ട് ചെയ്തിട്ട് ആ നടുക്കുള്ള ഇന്റർഫേഷ്യൽ ടെൻഷൻ കുറച്ച് അതിനെ വെറ്റബിൾ ആക്കും. ഓക്കെ, എക്സാമ്പിൾ സാപ്പോണിൻസ് ഇൻ ക്വിലേലിയ എക്സ്ട്രാക്ട്, അതൊരു വെറ്റിംഗ് ഏജന്റ് ആണ്. വിച്ച് ഈസ് യൂസ്ഡ് ടു സസ്പെൻഡ് സൾഫർ ഇൻ ലോഷൻസ്. സോ സൾഫർ എന്താണ്? പൂർലി വെറ്റബിൾ സോളിഡ് ആണ്. സോ അതിനെ വെറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് സാപ്പോണിൻ ഇൻ ക്വിലേലിയ എക്സ്ട്രാക്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സസ്പെൻഷൻ കണ്ടെയ്നിങ് precipitate forming liquids. സോ അതിൻ്റെ പേരിൽ തന്നെയുണ്ട് സസ്പെൻഷൻ കണ്ടെയ്നിങ് precipitate forming liquids. So some kind of precipitates are formed, അല്ലേ? എന്ത് precipitate അവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ ഇതിനകത്ത് എന്താണ് precipitate ആയിട്ട് ഫോം ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Some liquid preparations contain resinous matter that is precipitated on addition of water. So resinous matter ഉള്ള compounds നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ that leads to formation of precipitate. സോ ഏതിനകത്തൊക്കെയാണ് ഈ റെസിനിയസ് മാറ്റർ ഉള്ളത് നമുക്ക് നോക്കാം. കോമ്പൗണ്ട് ബെൻസോയിൻ ടിഞ്ചറിനകത്തുണ്ട്. ബെൻസോയിൻ ടിഞ്ചർ, ലൊബേലിയ എത്തീരിയൽ ടിഞ്ചർ, മിർ ടിഞ്ചർ, ടൊലു ടിഞ്ചർ. സോ ഇതിനകത്തൊക്കെ റെസിനിയസ് മാറ്റർ ഉണ്ട്. ഇത് നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. നെക്സ്റ്റ് സസ്പെൻഷൻ കണ്ടെയ്നിങ് precipitate ഫോമിംഗ് ലിക്വിഡ്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു മിർ ടിഞ്ചർ, അല്ലേ? മിർ ടിഞ്ചറിനെ വെച്ച് നമുക്ക് പറയാം. മിർ ടിഞ്ചർ ഈസ് precipitated in diffusible form unless the preparation contains appreciable amount of electrolytes. സോ മിർ ടിഞ്ചറിനകത്ത് റെസിനിയസ് മാറ്റർ ഉണ്ട്. സോ അത് precipitate ഫോം ചെയ്യും. പക്ഷേ ഫോം ചെയ്യുന്ന precipitate diffusible ക്യാരക്ടർ ആയിരിക്കും. സോ നമുക്ക് ഈസിലി റീഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റും. അൺലെസ് ദ പ്രിപ്പറേഷൻ കണ്ടെയ്ൻസ് അപ്രീഷ്യബിൾ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്സ്, അതായത് ഏതെങ്കിലും ഒരു തിക്കനിങ് ഏജന്റോ അല്ലെങ്കിൽ ഒരു സസ്പെൻഡിങ് ഏജന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ precipitation അത് പ്രിവെന്റ് ചെയ്തോളും. അതില്ല എങ്കിൽ മിർ ടിഞ്ചർ precipitate ഫോം ചെയ്യും. അടുത്ത പോയിന്റ്, precipitated resin adhere to the side of the container and forms non-dispersible clots in the liquid. To prevent this, a protective colloid is added like tragacan mucilage or compound tragacan powder. So ഈ precipitate ചെയ്യുന്ന resin ഉണ്ടല്ലോ, അത് adhere എന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കും. ഈ കണ്ടെയ്നറിന്റെ സൈഡിലും എല്ലാം ഇത് ഒട്ടിപ്പിടിച്ച് നോൺ ഡിസ്പേഴ്സിബിൾ ക്ലോട്ട് ആയിട്ട് മാറും. ഈ റെസിനിൽ നിന്നുണ്ടാകുന്ന ചില precipitatesസ് നോൺ ഡിസ്പേഴ്സിബിൾ ക്ലോട്ട് ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്ലോബ്യൂൾസ് ആയിട്ട് അതിനകത്ത് കിടക്കും, ഫ്ലോക്യൂൾസ് ആയിട്ട് അതിനകത്ത് കിടക്കും. അപ്പോൾ ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ട്രഗാൻ മ്യൂസിലേജ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ട്രഗാൻ പൗഡർ. ഇത് ഒരു നമ്മുടെ precipitation പ്രിവെന്റ് ചെയ്ത് ഇതുപോലുള്ള ക്ലോട്ട് ഒക്കെ ഉണ്ടാകുന്നതിനെ പ്രിവെന്റ് ചെയ്യും. നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ നമുക്ക് കിട്ടും. അടുത്തത് ഡിസ്പേർഷൻ ഓഫ് ഓയിൽസ് ഇൻ ഇൻഹലേഷൻസ്. Inhalations consist of one or more volatile oils in water. ഇൻഹലേഷൻസിനകത്ത് ഒന്നോ ഒന്നിൽ കൂടുതലോ വോളറ്റൈൽ ഓയിൽസ് കാണും വാട്ടറിൽ. And to ensure uniform dispersion of the oil on shaking, like magnesium carbonate, a diffusible solid is added to absorb some of the oil and finally subdivide the remainder. അതായത് ഓയിൽ വാട്ടറിനകത്താണ്. സോ നമുക്കറിയാം അതെന്തായാലും യൂണിഫോംലി ഡിസ്പേഴ്സ് ആകില്ല, അല്ലേ? എണ്ണ വെള്ളത്തിനകത്ത് ഒരിക്കലും യൂണിഫോംലി ഡിസ്പേഴ്സ് ആകില്ല. സോ അതിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് മഗ്നീഷ്യം കാർബണേറ്റ് ആഡ് ചെയ്യും. അത് ഓയിലിൻ്റെ ഒരു പോർഷൻ അബ്സോർബ് ചെയ്യുകയും അതിനെ പ്രോപ്പറായിട്ട് അതിനകത്ത് ഫൈനലി സബ്ഡിവൈഡ് അല്ലെങ്കിൽ പ്രോപ്പർ ഡിസ്പേർഷന് സഹായിക്കും. ഇപ്പോൾ താഴെ നിങ്ങൾക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ കാണാം, യുക്കാലിപ്റ്റസ് ഓയിൽ, മെന്തോൾ, വാട്ടർ. സോ അതിനകത്ത് യുക്കാലിപ്റ്റസ് ഓയിൽ ഉണ്ട്, അല്ലേ? സോ അതിൽ നിന്ന് നമുക്കൊരു പ്രോപ്പർ ഫോർമുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് മഗ്നീഷ്യം കാർബണേറ്റും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഫോർമുലേഷൻ നമുക്ക് കിട്ടും. Suspension produced by chemical reaction.
A finer precipitate is obtained if dilute solution of the reactants are mixed. Hence, the reacting substance should be dissolved separately in approximately half volume of the vehicle and the two parts mixed. അതായത് രണ്ട് റിയാക്റ്റൻ്റ് ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുക. അത് നമ്മൾ റിയാക്ട് ചെയ്തിട്ട് ദാറ്റ് മേ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് എ പ്രസിപ്പിറ്റേറ്റ്. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെഹിക്കിളിനെ സെപ്പറേറ്റ് ആയിട്ട് ഹാഫ് വോളിയം എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്ന രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ഒരുമിച്ച് മിക്സ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് സസ്പെൻഷനെ പ്രിവെന്റ് ചെയ്യാം. നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ ലഭിക്കുന്നതുമാണ്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് സൾഫറേറ്റഡ് പൊട്ടാഷ്, സിങ്ക് സൾഫേറ്റ്, കോൺസെൻട്രേറ്റഡ് കാംഫർ വാട്ടർ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ. സോ സൾഫറേറ്റഡ് പൊട്ടാഷ് എന്ന് പറയുന്നത് പൊട്ടാഷ്യം പോളിസൾഫൈഡ് ആൻഡ് അതർ സൾഫർ കണ്ടെയ്നിങ് പൊട്ടാഷ്യം കോമ്പൗണ്ട്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഇത് ഫ്രഷ് ആയിട്ട്, അതായത് നമ്മൾ പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ സോളബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇത് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കണം. അടുത്തത്, ഈ സൾഫറേറ്റഡ് പൊട്ടാഷ് എന്ന് പറയുന്നത് സിങ്ക് സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ഓഫ് സിങ്ക് സൾഫൈഡ് ഉണ്ടാവും. അത് ഡിഫ്യൂസിബിൾ നേച്ചറാണ്. പക്ഷേ ഈ പ്രസിപ്പിറ്റേറ്റ് പെട്ടെന്ന് അഗ്ലോമറേറ്റ് ചെയ്ത് ഒരു ക്ലേ പോലെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതൊരു അൺസ്റ്റെബിലിറ്റി കാണിക്കും. അതുപോലെ തന്നെ അപ്പിയറൻസ് മോശമാക്കും. ഓക്കെ, അതായത് നമുക്ക് ആ ഒരു അപ്പിയറൻസ് നല്ല ഒരു ഇത് കിട്ടത്തില്ല. ഓക്കെ, ബാഡ് അപ്പിയറൻസ് ആയിരിക്കും. സോ അപ്പോൾ നമുക്ക് അട്രാക്റ്റീവ്നെസ് തോന്നത്തില്ല. സോ അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് ഈ ഒരു സസ്പെൻഷൻ നമ്മൾ എക്സ്റ്റംപോറേനിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് എപ്പോഴാണോ ആവശ്യം അന്നേരം അത് ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത് ഫ്രഷ്ലി യൂസ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, so thank you students for watching. So please subscribe and please press the bell button for the updates. So we'll meet in the next class. Next session താമസിയാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. So thank you.